Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. The first joint military exercise, Fringex 23, between the Indian Army and the French Army was held in which city? കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ മിലിറ്ററി എക്സ്ചേഞ്ചുകൾ, അതുപോലെ ഈ ജോയിന്റ് മിലിറ്ററി എക്സസൈസുകൾ, ഇതിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ CUT എക്സാമിന് മുമ്പ് വരെ നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ജോയിന്റ് മിലിറ്ററി എക്സസൈസും അതുപോലെ ഈ മിലിറ്ററി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ 4 തിരുവനന്തപുരം, കേരളത്തിൽ വെച്ചിട്ടാണ് നടന്നത്. കണ്ടക്റ്റഡ് അറ്റ് പനങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ, തിരുവനന്തപുരം, കേരള, ഓൺ 7th and 8th March 2023. സോ 2023 മാർച്ചിൽ നടന്ന സംഭവമാണ്. സോ ഇറ്റ്സ് ഫ്രം കറണ്ട് അഫയേഴ്സ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് തിരുവനന്തപുരം, ഓപ്ഷൻ 4. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് trilateral foreign minister meeting between India, France and United Arab Emirates was hosted by which country? ഫോറിൻ അഫയേഴ്സ് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതും കറണ്ട് ആയിട്ട് റീസെന്റ് ആയിട്ട് നടക്കുന്ന ഇങ്ങനെയുള്ള മീറ്റിംഗ്സും കോൺഫറൻസ് ഒക്കെ നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ ഇത്തവണ കൂടുതലും നമുക്ക് G20 നിന്ന് കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒട്ടും വിട്ടുപോവാതെ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് G20. കറണ്ട് അഫയേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് G20 എന്ന് പറയുന്നത്. സോ നമുക്ക് കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ന്യൂയോർക്ക്, USA ആണ്. എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ കോൺഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ന്യൂയോർക്ക് USA വെച്ചിട്ട് നടന്ന പരിപാടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ബുക്ക് കൺഫെഷൻ ഓഫ് ആൻ അഡ്വർടൈസിംഗ് മാൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫെഷൻ ഓഫ് ആൻ അഡ്വർടൈസിംഗ് മാൻ എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയത്? ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ബുക്സ് ഡിസ്കസ് ചെയ്തു. സോ ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 1 ഡേവിഡ് ഒഗിൽവി ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് അഡ്വർടൈസിംഗ് എന്നറിയപ്പെടുന്നത്. സോ കൺഫെഷൻ ഓഫ് ആൻ അഡ്വർടൈസിംഗ് മാൻ ഇസ് എ ബുക്ക് ബൈ ഡേവിഡ് ഒഗിൽവി, നോൺ ആസ് ദി ഫാദർ ഓഫ് അഡ്വർടൈസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, PVGT development mission was discussed in the budget speech 2023 and 24. It is dedicated to the all-round development of which caste? PVGT. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം ഓപ്ഷൻ 4 വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നാണ്. സോ ഈ PVGTയുടെ എക്സ്പാൻഷൻ ആണ് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, PVTG എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അബ്രിവേഷൻ വരുന്നത്. ദിസ് ഇസ് ബൈ മിസ്റ്റേക്ക് ഐ തിങ്ക്. ഓക്കെ, സോ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് അവർക്ക് ഉള്ളൊരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് 2023-24 ബഡ്ജറ്റിൽ പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതും കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് വിൽ സൂൺ കണക്ട് ബിറ്റ്വീൻ വിച്ച് 2 സിറ്റീസ്? ഏത് 2 സിറ്റീസ് തമ്മിലാണ് പുതിയതായിട്ട് വരാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് കണക്ട് ചെയ്യുന്ന സിറ്റീസിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അഹമ്മദാബാദ് ആൻഡ് മുംബൈ. ഇത് ഒരുപാട് PSCയിലും മറ്റും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബൈ 2026 അത് കമ്മീഷൻ ചെയ്യപ്പെടും എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. സോ ഇന്ത്യയിലെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ കണക്ട് ചെയ്യുന്ന സിറ്റീസ് ആണ് അഹമ്മദാബാദ് ആൻഡ് മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ന്യൂസ് റൈറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. ഐഡന്റിഫൈ. നമ്മൾ ഈ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ഈ ന്യൂസ് റൈറ്റിങ്ങിന് ഒരു സ്റ്റൈലുണ്ട്. അങ്ങനെ സ്റ്റൈലിൽ വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അവർ ഗ്ലാസ് സ്റ്റൈൽ. അവർ ഗ്ലാസ് നമ്മൾ അറിയില്ലേ, ഈ ടൈം മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അവർ ഗ്ലാസ്. അതും ഇതുപോലെ ആദ്യം ഒരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ സ്റ്റൈലിൽ വന്നിട്ട് പിന്നെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ന്യൂസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. അതുപോലെ മാർട്ടിനി ഗ്ലാസ് സ്റ്റൈലും ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. പിന്നെ ഉള്ളത് ദ കബൂബ്, ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. ഇതിൽ ഒന്നിലും പെടാത്തത് ഓപ്ഷൻ 4 ഷൂ ഗ്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നമുക്കില്ല.
ബാക്കിയെല്ലാം ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലാണ്. അതൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഒന്ന് വായിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പഫറി ഈസ് ആൻ എത്തിക്കൽ ഇഷ്യൂ ഡീൽഡ് ഇൻ. പഫറി എന്ന് പറയുന്നത് ഏത് മേഖലയിൽ വരുന്നൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്? പഫറി എന്ന് വെച്ചാൽ എക്സാജറേഷൻ ആണ്. ഓക്കെ, സോ എക്സാജറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് അഡ്വർടൈസിംഗിൽ വരുന്നൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്. സോ ഇവിടെ ഓപ്ഷൻ 4 ആണ് advertising. It's the right answer. So exaggerated product claims promote consumers to buy product that unbeneficial towards them. കൺസ്യൂമേഴ്സിന് ഉപകാരമില്ലാത്ത പ്രൊഡക്റ്റിനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് അത് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ഒരു എക്സാജറേഷനെയാണ് പഫറി എന്ന് പറയുന്നത്. ദാറ്റ്സ് എ സിവിയർ എത്തിക്കൽ ഇഷ്യൂ ഇൻ അഡ്വർടൈസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ CBFC was established in which year? ഇതും വളരെ ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് 1952. ഓക്കെ, CBFCന്റെ ഫസ്റ്റ് ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ, അതിന്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ്, ഇതെല്ലാം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് 1952. സോ വി ആർ മൂവിംഗ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെഷൻ. ബഘോറിയ ഇസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ട്രൈബൽ ഇൻ മധ്യപ്രദേശ്? ഈ ആർട്ട് ഫോംസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. സോ ഈ ഒരുപാട് ആർട്ട് ഫോംസ് ഉള്ളതുകൊണ്ട് എല്ലാം മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും അതിൽ കൂടെ ഒന്ന് ഓടിച്ചു പോവുക, എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ സ്ട്രൈക്ക് ചെയ്യും. സോ ബഘോറിയ എന്ന് പറയുന്നത് ഭിൽ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്, മധ്യപ്രദേശിലെ ഭിൽ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ ഒരു ഫോക്ക് ഡാൻസ് ഫോമാണ് ഈ ബഘോറിയ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദ സെഷൻ. നമ്മൾ ഓൾമോസ്റ്റ് 75 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് പ്രൊപ്പോയ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ എക്സാം പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി ഓൺ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്യാം. സിലബസ് ഫോക്കസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ആദ്യം ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഇതിനു മുമ്പ് CUETക്ക് മുമ്പും യൂണിവേഴ്സിറ്റികൾ നടത്തിയിരുന്ന അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് എടുത്ത് അത് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ താങ്ക്സ് ഫോർ ലിസണിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ ഓൾ.